Second question. Solve 2x plus 3y equal to 11 and 2x minus 4y equal to negative 24 and hence find the value of m for which y equal to mx plus 3. First നമുക്ക് 2x plus 3y equal to 11 2x minus 4y equal to negative 24 എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്ത് എക്സും വൈയും കണ്ടുപിടിക്കണം. അതിനുശേഷം എക്സിൻ്റെ വൈൻ്റെയും വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം എം കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്യാം. 2x plus 3y equal to 11 ഫസ്റ്റ് ഇക്വേഷൻ. 2x minus 4y equal to negative 24 സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ് എടുത്തിട്ട് സെക്കൻഡിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. 2x equal to 11 minus 3y. ഇപ്പോൾ x equal to 11 minus 3y by 2. Substitute x equal to 11 minus 3y by 2 in 2. ഇതിൻ്റെ അകത്തുനിന്ന് എക്സ് എടുത്തിട്ട് ഇതിലിട്ട് കൊടുത്ത്. അപ്പോൾ ഇതിൽ 2x ഈക്വൽ ടു 11 മൈനസ് 3y എന്ന് കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ 2x തന്നെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് എക്സ് എടുത്തിട്ട് തന്നെ ചെയ്യാം. അപ്പം 2x മൈനസ് 4y ഈക്വൽ ടു negative 24 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2 ഇൻറ്റു എക്സ് 11 മൈനസ് 3y ബൈ 2 മൈനസ് 4y ഈക്വൽ ടു negative 24. 2 കട്ടായിപ്പോയി. 11 മൈനസ് 3y മൈനസ് 4y ഈക്വൽ ടു negative 24. 11 മൈനസ് -3 -4. ഇപ്പോൾ രണ്ടും നെഗറ്റീവ് ആകുമ്പോൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇടും. negative 7y ഈക്വൽ ടു negative 24. negative 7y ഈക്വൽ ടു negative 24. ഇപ്പുറം വരുമ്പോൾ -11 പ്ലസ് 11 ഇപ്പുറം വരുമ്പോൾ -11 ആവും. അപ്പം negative 35. y ഈക്വൽ ടു negative 35 ഡിവൈഡഡ് ബൈ negative 7. നെഗറ്റീവ് പോയി 35 by 7 5. y 5 കിട്ടി. ഇപ്പോൾ എക്സോ എക്സ് ഇതാ ഇവിടെ. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 11 മൈനസ് 3y ബൈ 2 അല്ലേ. ഇപ്പോൾ ഈക്വൽ ടു 11 മൈനസ് 3 ഇൻറ്റു y 5 കിട്ടി. 5 by 2 ഈക്വൽ ടു 11 മൈനസ് 15 by 2 ഈക്വൽ ടു negative 11 മൈനസ് 15. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ എക്സ് ഈക്വൽ ടു -2 y ഈക്വൽ ടു 5 എന്ന് ആൻസർ കിട്ടി. ഇനി നമുക്ക് y ഈക്വൽ ടു mx പ്ലസ് 3 എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു -2 y ഈക്വൽ ടു 5 നമുക്ക് y ഈക്വൽ ടു mx പ്ലസ് 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y 5 ഈക്വൽ ടു എം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു എക്സ് -2 പ്ലസ് 3. നമുക്ക് എം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എമ്മിനെ മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ ഭാഗത്ത് കൊണ്ടുവരണം. ആദ്യം നമുക്ക് പ്ലസ് 3നെ ഇപ്പുറം കൊണ്ടുവരാം. 5 മൈനസ് 3 ഈക്വൽ ടു എം ഇൻറ്റു -2. 5 മൈനസ് 3 2 ഈക്വൽ ടു എം ഇൻറ്റു -2. അപ്പോൾ ഇനി എം മാത്രം കണ്ടുപിടിക്കണം. -2നെ ഇപ്പുറം കൊണ്ടുവരണം. അന്നേരം ഇത് ഇൻറ്റു -2 ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആവും. 2 ബൈ -2 ഈക്വൽ ടു എം. പിന്നെ 2 ബൈ -2 -1. 2 ബൈ 2 1. ഒരു നെഗറ്റീവ് മാത്രമേ ഉള്ളതുകൊണ്ട് ക്യാൻസൽ ആവില്ല. -1. എം ഈക്വൽ ടു -1. അപ്പോൾ ആൻസർ എക്സ് ഈക്വൽ ടു -2 y ഈക്വൽ ടു 5 എം ഈക്വൽ ടു -1. തേർഡ് ക്വസ്റ്റ്യനിൽ 6 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. The difference between two numbers is 26 and one number is 3 times the other. Find them. അപ്പോൾ ഇവിടെ 2 നമ്പർ ഉണ്ട്. അതിന് 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ആ 2 നമ്പർ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 2 നമ്പർ ഉണ്ട്. 1 നമ്പർ എക്സ് എന്നും അതർ നമ്പർ വൈ എന്നും എടുക്കാം. 1 നമ്പർ എക്സ് എന്നും അതർ നമ്പർ വൈ എന്നും എടുക്കാം. ഇനി നമുക്ക് എക്സും വൈയും വെച്ചിട്ട് ഇക്വേഷൻസ് ഉണ്ടാക്കാം. അതിന് കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. The difference between two number is 26. അപ്പോൾ ഈ 2 നമ്പറിന്റെ ഡിഫറൻസ് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 26 ഒരു ഇക്വേഷനായി.
ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ആൻഡ് വൺ നമ്പർ ഈസ് 3 times the other number. വൺ നമ്പർ എക്സ് ഈസ് വൺ നമ്പർ ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 3 times 3 ടൈംസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ് വരിക 3 times the other y. അങ്ങനെ രണ്ട് ഇക്വേഷനായി. ഇവിടെ എക്സ് ഈക്വൽ ടു 3y തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 3y ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു 3y ഇൻ 1 ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് 3y ആകുമ്പോൾ 3y മൈനസ് y ഈക്വൽ ടു 26. 3y മൈനസ് y 2y ഈക്വൽ ടു 26. അപ്പോൾ y ഈക്വൽ ടു 26 divided by 2 equal to 13. ഇനി x കണ്ടുപിടിക്കാം. x equal to 3y 3 into 13 equal to 39. അപ്പോൾ വൺ നമ്പർ 39ഉം അതർ നമ്പർ 13. അപ്പോൾ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. 39 മൈനസ് 13 26 കിട്ടുന്നുണ്ട്. വൺ നമ്പർ ഈസ് 3 times the other number. ഇതിൻ്റെ 13 into 3 ആണ് 39. അപ്പോൾ x equal to 39, y equal to 30. Form a pair of linear equations and solve തമ്മിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിൽ 6 ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തതാണ് the larger of two supplementary angles exceeds the smaller by 18 degree. Find them. അപ്പോൾ ഇവിടെ രണ്ട് ആംഗിൾ ഉണ്ട്. അത് സപ്ലിമെൻ്ററി ആംഗിളാണ്. സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രി ആവുന്നത്. കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിളിൻ്റെ സമ്മ് 90 ഡിഗ്രി ആവുന്നതാണ്. ഇവിടെ നമുക്ക് സപ്ലിമെൻ്ററി ആംഗിളാണ്. അപ്പോൾ ഒരു ആംഗിൾ വലുതും ഒരു ആംഗിൾ ചെറുതുമാണ്. ലാർജർ ആംഗിൾ നമുക്ക് എക്സ് എന്നും സ്മോളർ ആംഗിൾ വൈ എന്നും എടുക്കാം. ലെറ്റ് ലാർജർ ആംഗിൾ എക്സ്, സ്മോളർ ആംഗിൾ വൈ. സപ്ലിമെൻ്ററി ആംഗിൾ ആയതുകൊണ്ട് രണ്ട് ആംഗിളും സമ്മ് ചെയ്താൽ 180 കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഒരു കണ്ടീഷൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ദ ലാർജർ ഓഫ് ടു സപ്ലിമെൻ്ററി ആംഗിൾസ് എക്സീഡ്സ് ദ സ്മോളർ ബൈ 18. ലാർജർ ആംഗിൾ സ്മോളർ ആംഗിളിൻ്റെ കൂടെ 18 ആഡ് ചെയ്താലാണ് കിട്ടുക. എക്സീഡ് ചെയ്യുന്നുണ്ട്. അപ്പം ലാർജർ ആംഗിൾ എക്സ് ഈസ് ഈക്വൽ ടു സ്മോളർ ആംഗിൾ വൈ പ്ലസ് 18. രണ്ട് ഇക്വേഷൻ ആയി. ഇതിനെ വേണമെങ്കിൽ എക്സ് പ്ലസ് വൈ ഇപ്പുറം കൊണ്ടുവന്ന് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 18 അപ്പം രണ്ട് ഇക്വേഷൻ ആയി. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 18 തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 18 ഇൻ 1. എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 18 ഇൻ 1. അപ്പോൾ ഇവിടെ വൈ പ്ലസ് 18 പ്ലസ് എക്സ് വൈ പ്ലസ് 18 ആയി പ്ലസ് വൈ ഈക്വൽ ടു 180. വൈ പ്ലസ് വൈ 2y ഈക്വൽ ടു പ്ലസ് 18 ഇപ്പുറം വരുമ്പോൾ മൈനസ് 18 162. അപ്പോൾ വൈ ഈക്വൽ ടു 162 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 81. y ഈക്വൽ ടു 81. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 18 അല്ലേ, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 18. അപ്പം വൈ 81 കിട്ടി. അപ്പോൾ 81 പ്ലസ് 18 ഈക്വൽ ടു 99. അപ്പോൾ ലാർജർ ആംഗിൾ 99ഉം സ്മോളർ ആംഗിൾ 81 ആൻസർ കിട്ടി. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. ദ കോച്ച് ഓഫ് എ ക്രിക്കറ്റ് ടീം buys 7 bat and 6 balls for rupees 3,800. Later she buys 3 bat and 5 balls for rupees 1,750. Find the cost of each bat and each ball. നമുക്ക് ഇവിടെ കോസ്റ്റ് ഓഫ് 1 ബാറ്റ് എക്സ് എന്നും കോസ്റ്റ് ഓഫ് 1 ബോൾ വൈ എന്നും എടുത്തിട്ട് ചെയ്യാം. ലെറ്റ് കോസ്റ്റ് ഓഫ് 1 ബാറ്റ് ഈക്വൽ ടു എക്സ് ആൻഡ് കോസ്റ്റ് ഓഫ് 1 ബോൾ ഈക്വൽ ടു വൈ റുപ്പീസ്. ഇനി ഇക്വേഷൻ ഉണ്ടാക്കാം. 7 ബാറ്റ് ആൻഡ് 6 ബോൾസ്. അപ്പോൾ 7x പ്ലസ് 6y ഈക്വൽ ടു 3,800. Question 1. 3 bat and 5 ball. 3x plus 5y equal to 1,750. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2 എക്സ് എടുത്തിട്ട് 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ 3x ഈക്വൽ ടു
1750 minus 5y. 3x equal to 1750 minus 5y. അപ്പോൾ x equal to 1750 minus 5y by 3. Substitute x equal to 1750 minus 5y by 3 in 1. Equation 1. 7 into x 1750 minus 5y by 3 plus 6y equal to 3800. 7 into 1750 minus 35y divided by 3 plus 6y equal to 3800. അങ്ങനെ ഇവിടെ ഡിനോമിനേറ്ററിൽ 3 ഉണ്ട്. അപ്പോൾ ഇവിടെ 3 ആക്കണം. അപ്പോൾ നമുക്ക് കോമൺ ഡിനോമിനേറ്റർ 3 ഇട്ട് കൊടുക്കാം. 12250 മൈനസ് 35y. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 3 ആക്കുമ്പോൾ ഇവിടെ 3 കൊണ്ട് ഇൻഡ് ചെയ്യണം. പ്ലസ് 18y ഈക്വൽ ടു 3800. 12250 minus 35 plus 18. അപ്പോൾ 18 minus 35. അപ്പം നെഗറ്റീവ് 17y ഈക്വൽ ടു ഈ ഡിവൈഡഡ് ബൈ 3 ഇവിടെ വരുമ്പോൾ ഇൻറ്റു 3 ആവും. 3800 ഇൻറ്റു 3 നെഗറ്റീവ് 17y ഈക്വൽ ടു 3800 ഇൻറ്റു 3. 11,400 minus 12,250 equal to ഇത് സബ്ട്രാക്ട് ചെയ്താൽ 12,250 നിന്ന് 11,400 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 850 എന്ന് കിട്ടും. അപ്പോൾ ഇത് വലിയ നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ വരും. അപ്പോൾ വലിയ നമ്പറിൻ്റെ സൈനാണ് വരിക. അതായത് ചെറിയ നമ്പറിന് വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും വരും. അപ്പോൾ y equal to negative 850 divided by negative 17 equal to 50. Negative പോയി 50. ഇനി x equal to 1750 മൈനസ് 5y by 3 ആണ്. അപ്പം x equal to 1750 മൈനസ് 5 into 50 divided by 3 equal to 1750 minus 250 by 3 equal to 1500 divided by 3 equal to 500. അപ്പോൾ കോസ്റ്റ് ഓഫ് 1 ബാറ്റ് 500, എക്സ് ആണ് കിട്ടിയത്. എക്സ് 500 കിട്ടി. അപ്പം കോസ്റ്റ് ഓഫ് 1 ബാറ്റ് ഈക്വൽ ടു 500. Cost of 1 ball equal to 50 rupees. Cost of 1 bat equal to 500 rupees and cost of 1 ball equal to 50 rupees.